നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ആടുജീവിതത്തിനു വേണ്ടി സിനിമയിൽ ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച KR ഗോകുൽ താൻ നടത്തിയ ശാരീരിക മാറ്റങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ്. ആദ്യ ഷെഡ്യൂളിൽ 64 കിലോ ആയിരുന്നു. അവസാന ഷെഡ്യൂളിലെത്തിയപ്പോൾ അത് 44 കിലോ ആയി കുറച്ചുവെന്നും ചില ദിവസങ്ങളിൽ വാട്ടർ ഡയറ്റ് മാത്രമാണ് എടുത്തിരുന്നതെന്നും ഗോകുൽ പറഞ്ഞു. സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം മരുഭൂമിയിൽ ജീവിച്ച ഹക്കീമും സിനിമയിൽ പൃഥ്വിയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നുവെന്ന് പൃഥ്വിരാജ് തന്നെ വേദിയിൽ പറഞ്ഞിരുന്നു. ഡയറ്റിൻ്റെ ഭാഗമായി താൻ ചില ദിവസങ്ങളിൽ ഹക്കീം കഴിച്ചിരുന്നതുപോലെ കുബൂസും വെള്ളവും മാത്രമാണ് കഴിച്ച് ജീവിച്ചിരുന്നതെന്ന് ഗോകുൽ പറയുന്നു. തൻ്റെ രൂപവും കോലവും കണ്ട് കഞ്ചാവാണെന്ന് കരുതി പോലീസ് ദേഹപരിശോധന വരെ നടത്തിയിരുന്നുവെന്നും ഗോകുൽ പറഞ്ഞു. നജീമിനെ പോലെ തന്നെ ഹക്കീമിനും ശാരീരികമായ മാറ്റങ്ങൾ ആവശ്യമായിരുന്നു. പ്രായത്തിനൊത്ത ആരോഗ്യമുള്ളയാളാണ് കഥയിൽ ഹക്കീമിനെ കുറിച്ച് പറയുന്നത്. ആദ്യ ഷെഡ്യൂളിൻ്റെ സമയത്ത് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു, തടി കൂട്ടി, ഒരു 64 കിലോയിലെത്തിച്ചു. സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂളായപ്പോഴേക്കും അത് മാറി 44 കിലോയിലേക്ക് എത്തി. പൃഥ്വിരാജിൻ്റെ ട്രെയിനർ അജിത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു. അതുകൂടാതെ അറിയുന്ന ഡയറ്റീഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഡയറ്റുകളൊക്കെ നോക്കി. 1500 കലോറിയിൽ നിന്ന് 1000 ആയി, പിന്നെ അത് 500 ആയി. പിന്നീട് 3 ദിവസം വാട്ടർ ഡയറ്റ് മാത്രം ചെയ്തു. 3-ാം ദിവസം വെള്ളവും കാപ്പിയും മാത്രം കുടിച്ചു. എന്നാൽ 3-ാം ദിവസം ഞാൻ വീണു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അതിനുശേഷം മുന്തിരി ജ്യൂസ്, റോബസ്റ്റ് അങ്ങനെയുള്ള ചില പഴങ്ങൾ മാത്രമാക്കി. ചില ദിവസങ്ങളിൽ ഹക്കീം മസറയിൽ കഴിക്കുന്നത് പോലെ കുബൂസ് വെള്ളത്തിൽ മുക്കിയും കഴിച്ചു. കാരണം ഹക്കീം അനുഭവിച്ച കാര്യങ്ങളിലൂടെ ഒരു തരിയെങ്കിലും താനും കടന്നുപോയെങ്കിലേ ഹക്കീമിനെ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രത്തിനോട് നീതി പുലർത്താനായി എന്ന് തോന്നുകയുള്ളൂ.